അസ്യൂസിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഗെയിമിംഗ് ഫോൺ ഇന്നലെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ROG ഫോൺ 5 എന്ന ഫോണാണ് ഇന്നലെ ലോഞ്ച് ചെയ്തത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ROG ഫോണിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അസ്യൂസ് അവരുടെ ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകളുടെ വിഭാഗത്തിലേക്ക് ഇന്നലെ ഒരു പുതിയ ഫോൺ കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അസ്യൂസിൻ്റെ ROG ഫോൺ 5 എന്ന ഫോണാണ് ഇന്നലെ ലോഞ്ച് ചെയ്തത്. ഈ ഫോണിൽ 3 ഫോണുകളാണ് മെയിനായിട്ട് വരുന്നത്. അസ്യൂസ് ROG ഫോൺ 5, 5 Pro, 5 അൾട്ടിമേറ്റ് എഡിഷൻ എന്ന് പറയുന്ന 3 ഫോണുകളായിട്ടാണ് ഈ ഫോൺ വരാൻ പോകുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡായിട്ടാണ് ഈ ഫോൺ ഇപ്പം വരുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കൂൾ ലുക്കിൽ തന്നെയാണ് അസ്യൂസ് ഇപ്രാവശ്യം ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 6.8 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. 144 ഹെഡ്സിൻ്റെ സൂപ്പർ ആയിട്ടുള്ളൊരു റിഫ്രഷ് റേറ്റ് തന്നെ ഈ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. HDR10+ൻ്റെ സപ്പോർട്ടും ഫുൾ HD+ ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ ഇപ്പം വരുന്നത്. സൂപ്പർ ക്ലോക്ക് ടച്ച് സാമ്പിളിംഗ് എന്ന് വിളിക്കാൻ പാകത്തിലുള്ളൊരു 300 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിങ്ങുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. നല്ലൊരു ഗെയിമിംഗ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഫോണിൽ. ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണിന് പറ്റിയ എല്ലാ തരം ഫീച്ചേഴ്സും ഈ ഫോണിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 888 ആണ്. ടോപ്പ് ലെവലിലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു നല്ല പ്രൊസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൻ്റെ ഈ 888 എന്ന് പറയുന്ന പ്രൊസസ്സർ. അഡ്രീനോ 660 ആണ് ഇതിൽ വരുന്ന GPU. നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസിന് പറ്റിയൊരു GPU തന്നെയാണിത്. ഈ ഫോണിൻ്റെ 4 റാം വേരിയൻ്റാണ് ഇപ്പോൾ അവൈലബിൾ ആവുന്നത്. 8GB റാമും 12GB റാം, 16GB റാം, 18GB റാം. ഇതിൽ ROG ഫോൺ 5ലാണ് 8GBയും 12GB 2 റാം വേരിയൻസ് ആണ് വരുന്നത്. പ്രോയിൽ 16GB റാം വേരിയൻറ്റും അൾട്ടിമേറ്റ് എഡിഷനിൽ 18GBൻ്റെ വലിയൊരു റാം വേരിയൻറ്റും ആണ് വരുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇതിലുള്ള റാം വേരിയൻസിലൊക്കെ മാറ്റം വരുന്നുള്ളൂ. LPDDR5ൻ്റെ റാമാണ് വരുന്നത്. UFS 3.1ൻ്റെ സ്റ്റോറേജും ഇതിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ചിപ്സെറ്റ് ഒരു ഫോണിൻ്റെ സെൻറ്ററിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ വന്നിട്ടുള്ള ഫോണുകളിലെല്ലാം നിങ്ങൾക്കും അറിയുണ്ടാവും, ക്യാമറയുടെ സൈഡിലായിരുന്നു ചിപ്സെറ്റ് കൊടുത്തിരുന്നത്. ഈ ഫോണിൽ സെൻറ്ററിലാണ് ചിപ്സെറ്റ് വരുന്നത്. സിംഗിളായിട്ടുള്ളൊരു വലിയ ബാറ്ററി ആയിരുന്നു ഈ ഫോണിൽ ഇതിൻ്റെ മുന്നേ ഉള്ള ROG ഫോൺ 3ലൊക്കെ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇതാ ഒരു സിംഗിൾ ബാറ്ററി എന്നതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇവരിപ്പോൾ 2 ബാറ്ററി ആക്കി മാറ്റിയിരിക്കുകയാണ്. 3000+3000 അങ്ങനെയാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 6000 mAhൻ്റെ നല്ലൊരു ബാറ്ററി നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സെൻറ്ററിലാണ് ചിപ്സെറ്റ് വരുന്നത്. അതിന് ഉള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഹീറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ എക്സ്റ്റേണലായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫാന് കൂടി യൂസ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ക്യാമറ വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 30 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 5 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയിൽ മറ്റു ഫീച്ചേഴ്സുകളെല്ലാം എടുത്തു പറയേണ്ട ആവശ്യമില്ല, നല്ല ഫീച്ചേഴ്സുകളും കൊടുത്തിട്ടുണ്ട്. 24 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6000 mAhൻ്റെ ബാറ്ററിയാണ്, 2 ബാറ്ററിയാണ് വരുന്നത്. 2 ചാർജിങ് പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. ഒന്ന് സൈഡിലായിട്ടും ഒന്ന് ഫോണിൻ്റെ താഴെയായിട്ടും. നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ചാർജ് ചെയ്യാനൊക്കെ ഉള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. കഴിഞ്ഞ ROG ഫോണിലൊക്കെ അവർ എടുത്തു കളഞ്ഞിരുന്ന ഹെഡ്ഫോൺ ജാക്ക് ഈ ഫോണിൽ വീണ്ടും അവർ വെച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റും. സ്പെഷ്യലായിട്ട് ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഈ ഫോണിൽ നമുക്ക് ട്രിഗർ മെക്കാനിസം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു മെക്കാനിസം തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 6 ട്രിഗേഴ്സ് ആണ്, എയർ ട്രിഗേഴ്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഫോണിൽ ട്രിഗേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഗെയിമിംഗ് പെർഫോമൻസിനായിട്ടാണ് ഇത് കൂടുതലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക. പിന്നെ ബാറ്ററി സേവിങ് മോഡ്, പിന്നെ പെർഫോമൻസ് മോഡിനായിട്ട് എക്സ് മോഡ് പ്ലസ് എന്ന് പറയുന്ന ഫീച്ചേഴ്സും ഈ ഫോണിൽ വരുന്നുണ്ട്.
ഈ ഫോണിൻ്റെ വില നോക്കുകയാണെങ്കിൽ ROG Phone 5 രണ്ട് വേരിയൻ്റാണ് വരുന്നത്. 8GB 128GB വേരിയൻറ്റിന് 49,999 രൂപയും 12GB 256GB വേരിയൻറ്റിന് 57,999 രൂപയാണ് വില വരുന്നത്. ROG Phone 5 Pro വേരിയൻറ്റിൽ 16GB 512GB വേരിയൻ്റാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 69,999 രൂപയാണ്. ROG Phone 5 Ultimate എഡിഷൻ്റെ വില വരുന്നത് 79,999 രൂപയാണ്. ഏകദേശം 80,000 രൂപ തന്നെ ആയിരിക്കും. ഇപ്പോൾ എന്തായാലും നല്ലൊരു പ്രൈസിൽ വരുന്ന ഒരു 5G ഫോൺ തന്നെയാണിത്. ഒരു കില്ലർ സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും ഗെയിമിങ്ങിൽ ഈ ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ. ഈ ഫോണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതുപുത്തൻ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.